തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇടിച്ചു കുത്തി മഴ പെയ്യുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, വെള്ളക്കെട്ടാണ്. അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് കൊച്ചിയിലൂടെ ആളുകൾ നീന്തി കിടക്കുന്നത്. ഇന്നലെ മഴ പെയ്തപ്പോൾ അത് മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞു. ഇന്നൊരു മേഘവും വിസ്ഫോടിച്ചില്ല. എറണാകുളത്ത് വീണ്ടും പെരുമഴ, വെള്ളം, കളമശ്ശേരിയിൽ ഇറങ്ങിയ വെള്ളം വീണ്ടും കയറി. തിരുവനന്തപുരത്തുകാരുടെ കാര്യം പറയാനുമില്ല. ഞാനിപ്പോൾ നമ്മുടെ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി ഓർക്കുകയാണ്. പഴയ പ്രസംഗമില്ലേ, കേരളയിൽ വാട്ടർ മെട്രോ എല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു നില മെട്രോ, മേലേ നില കേരളയിൽ, ഇതെല്ലാം വരും എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ വാട്ടർ മെട്രോ ആണ്. ഇപ്പോൾ റോഡിലൂടെ വള്ളം കൂട്ടി നടക്കാം. ഞാൻ ഓർക്കുന്നത്, പെട്ടെന്ന് പിണറായിയൊക്കെ പണ്ട് ഒന്ന് നെതർലാൻഡ്സിൽ പോയല്ലോ. പോയിട്ട് അവിടെ റൂം ഫോർ റിവർ, നദികൾക്ക് ഒരു മുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിയല്ല, നദികൾക്ക് ഒഴുകാനുള്ള, സ്വസ്ഥമായി ഒഴുകാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കും എന്ന പേരിൽ അവിടെ നടപ്പാക്കുന്ന ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കും. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിരുന്നു റൂം ഫോർ റിവർ. പക്ഷേ ഇപ്പോൾ എല്ലാ വീടിനും ഒരു റിവർ കിട്ടി. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഓരോ നദി സമ്മാനിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ ഭരണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തായിരുന്നു റൂം ഫോർ റിവർ എന്നും പറഞ്ഞാൽ ഇവിടെ നടപ്പാക്കാൻ പോയ പദ്ധതി? അതോ നടപ്പാക്കാനായിരുന്നോ വെറുതെ ഈ പേരും പറഞ്ഞ് നെതർലാൻഡ്സ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയതാണോ? അത് ചുറ്റിക്കറങ്ങാൻ പോയതാണെന്ന് അന്നേ തോന്നുമായിരുന്നു. കാരണം നെതർലാൻഡ്സിൽ പോയിട്ട് മുമ്പ് നെതർലാൻഡ്സിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടനാട്ടിലെ 6 ബ്ലോക്ക് ഉണ്ടല്ലോ, അതെ താഴെ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്നത്. ആ പരിപാടി നെതർലാൻഡ്സിൽ നേരത്തെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഈ അന്ന് ഡോക്ടർ ദേവസ്യ എന്ന് പറഞ്ഞിട്ട് കൃഷി വകുപ്പ് ഡയറക്ടറൊക്കെ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ, കേരളമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ ഇവിടെ ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിട്ടാണ് 6 ബ്ലോക്കിൽ മുരിക്കൻ്റെയൊക്കെ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വേറെ ചില ആളുകളും ആ കൃഷിയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ ചെയ്യണം അതിൻ്റെ അകത്ത്, മണ്ണിൽ ഉപ്പിടുകയോ എന്തൊക്കെയോ. അപ്പോൾ നെതർലാൻഡ്സിനെ പറ്റി ആ ഒരു ധാരണ മാത്രമേ നമുക്കുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡച്ചുകാർ ഇവിടെ വന്ന് അധിനിവേശം നടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഡിലനോയ് തിരുവിതാംകൂറിൽ നാവികസേന അദ്ദേഹം നമ്മൾ പരാജയപ്പെടുത്തി അയാളെ നമ്മുടെ തിരുവിതാംകൂർ സൈന്യത്തിലേക്ക് ചേർത്തു. അതെ, കുളച്ചൽ യുദ്ധത്തിൽ നമ്മൾ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം അന്ന് ഈ നാവികസേനയില്ല. നമ്മുടെ സുനിലിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ചെമ്പിലരേനൊക്കെ ഇല്ലേ, അവരുടെ വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങേര് വന്നിട്ടാണ് അങ്ങേർക്ക് വേണ്ടി ഉദയഗിരി കോട്ടയിൽ പള്ളിയൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുത്തു. അങ്ങേര് ഒരു യുദ്ധത്തിൽ ടിപ്പു അതിന് മുമ്പ് ഇവിടെ ഒരു നെടുങ്കോട്ട പണിതു. ആ നെടുങ്കോട്ട പണിതതുമായിട്ടൊക്കെ ഡിലനോയ് ബന്ധപ്പെട്ടിരുന്നു ധർമ്മരാജാവിൻ്റെ കാലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നെതർലാൻഡ്സ്. ഇപ്പോൾ സുനിൽ പറഞ്ഞ ഈ നെതർലാൻഡ്സ് യാത്ര കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, തൊട്ട് പിന്നാലെ ഈ രാജ്യമൊന്നും ഇല്ലാത്ത രാജാവുണ്ടല്ലോ അവിടുത്തെ, അങ്ങേര് ഇവിടെ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് വന്നിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കേരളത്തിലും സ്റ്റേറ്റ് ഗസ്റ്റായിട്ട്. കാരണം ഇതൊക്കെ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ സുഹൃത്തും കോളേജ് മേറ്റുമായ വേണു രാജാമണി ആയിരുന്നു. നമ്മുടെ മഹാരാജാസിൽ ചെയർമാനും ഒക്കെ ആയിരുന്നു. അപ്പോൾ പല സ്ഥലത്തും വെച്ച് കാണാറുണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അദ്ദേഹം CPM-ഉമായിട്ട് JNU-ൽ പോയത് മുതലുള്ള ഒരു ബന്ധം വെച്ചിട്ട് ചെയ്തു കൊടുത്ത അവിടെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ഒരു സൗകര്യം സൃഷ്ടിച്ചു എന്ന് ഞാൻ കരുതിയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും നടപ്പാക്കാനാണെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. മാത്രമല്ല ഈ വേണു രാജാമണിയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായിട്ട് ആലോചിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അത് പിന്നെ വീണ്ടും കോൺഗ്രസ്സുകാർ അത് കഴിഞ്ഞ് അത് മാറ്റിയിട്ടാണ് കേരളത്തിൻ്റെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഡൽഹിയിൽ കേരള ഹൗസിൽ ഒക്കെ പോയി അതിൻ്റെ കൂടെ ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ 2019 മെയ്യിൽ കേരളത്തിൽ നടപ്പാക്കുന്ന മറ്റുമാണ് പറഞ്ഞിരുന്നത്. റീബിൽഡ് കേരളയിൽ പെടുത്തിയിട്ട് കേരളത്തിൽ ഇത് നടപ്പാക്കുമെന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. അത് സാർ ഒരു സംശയം ചോദിക്കട്ടെ, ശരിക്കും എന്താണ് നെതർലാൻഡ്സിലെ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? നമ്മൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, ഇപ്പോൾ ആളുകൾ മുഴുവൻ കളിയാക്കുവാണ്. ഇത് പിണറായിയുടെ വാഗ്ദാനമായിരുന്നു, ഇപ്പോൾ ശരിയാക്കും, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു വന്നവരാണല്ലോ. നമ്മളെ ആകെ ശരിയാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്താണ് റൂം ഫോർ റിവർ എന്ന് നമ്മുടെ നാട്ടുകാർക്ക്? നെതർലാൻഡ്സിൽ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അത് 2006
2015 കാലത്താണ്. എന്താന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് 2 ലക്ഷം പേരെ ഇവാക്യുവേറ്റ് ചെയ്ത് ഒഴിപ്പിച്ച് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പുനരധിവസിപ്പിക്കേണ്ടി വന്നു അവർക്ക്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിവിടെ 44 പുഴയുണ്ടല്ലോ, അവിടെ 4 പുഴ, റൈൻ, മ്യൂസ്, വാൽ, ജസൽ എന്ന് പറഞ്ഞ 4 പുഴകൾ വൈഡൻ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. വീതി കൂട്ടുക, പിന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഉതകത്തക്ക വിധത്തിൽ അത് ശരിയാക്കുക, പുഴയുടെ വീതി കൂട്ടുക എന്നുള്ളതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. റിവർ മാനേജ്മെൻറ്റ്, കൂടുതൽ വെള്ളം ഒഴുകി പോകാനുള്ള പരിപാടി ചെയ്യുക. പക്ഷെ നമ്മുടെ പദ്ധതി നോക്കിയിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അവിടെ വിജയിക്കുമല്ലോ, കാരണം അവിടുത്തെ അന്തരീക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. 4 പുഴ, അത് ഫ്രാൻസും ജർമ്മനിയും ബെൽജിയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടം വരെയൊക്കെ ചെല്ലുന്ന പുഴകളുമാണ്. അപ്പൊ അത്രയും സ്ഥലത്തിന്റെ കൂടി സഹായങ്ങളും ഒക്കെ കിട്ടും രാജ്യങ്ങളിൽ. അത് തന്നെ റൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുഴയല്ലേ. അപ്പോൾ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് കുട്ടനാട്, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം. എന്നിട്ട് ഇത് റീബിൽഡ് കേരളയിൽ കുട്ടനാട് പ്രോജക്റ്റുമായിട്ട് ബന്ധിപ്പിച്ചതായിട്ടാണ് വായിക്കുമ്പോൾ കാണുന്നത്. കാരണം ശ്യാം ഗോപാൽ എന്ന് പറഞ്ഞ കുട്ടനാട് പദ്ധതിയുടെ CEO, ചീഫ് എഞ്ചിനീയർ, ഇതിനെപ്പറ്റി സംസാരിച്ച് വയ്ക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാല് പണി തീർക്കും, AC കനാൽ. ആ കനാല് പണി തീർത്തിട്ട് അത് പുഴയുമായിട്ട് ലിങ്ക് ചെയ്യും. ഏത് പുഴയായിട്ട് അതെനിക്കറിയില്ല. ആലോചിക്കുകയാണ്, ചങ്ങനാശ്ശേരി പെരുന്നയ്ക്ക് തൊട്ട് മുമ്പ് ആണ് ഈ കനാൽ ആരംഭിക്കുന്നത്. ഈ ആലപ്പുഴയിലേക്ക്, നമ്മുടെ കുട്ടനാട്ടിലേക്ക് പോകുന്ന ചങ്ങനാശ്ശേരിയിൽ നിന്ന്, പെരുന്നയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന റോഡ് നിർമ്മിക്കാൻ വേണ്ടി മണ്ണ് കോരിയെടുത്തുണ്ടാക്കിയതാണ് ഈ കനാൽ. അത് പൊക്കിയിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. അവിടെയാണ് ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ ഇപ്പോൾ വരുന്നത്, ഒരുപാട് കാലത്തെ ആവശ്യം. പക്ഷെ അത് ഏത് പുഴയുമായിട്ട് എവിടെ കണക്ട് ചെയ്യും? ആ ഒരു പുഴയിലേക്ക് ലിങ്ക് ചെയ്ത ശേഷം, പുഴയിലേക്ക് അങ്ങനെയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പമ്പ നദി ഒഴുകുന്നുണ്ട് അതിലെ പാരലായിട്ട്. അതിനെ റോഡ് മുറിച്ച് ഈ കിടങ്ങറ ഭാഗത്തൂടെ എല്ലാം കണക്ട് ചെയ്യാമായിരിക്കാം. അല്ല, നമ്മുടെ ആലപ്പുഴ ഭാഗത്തെ അത് അങ്ങോട്ട് പോകുമ്പോൾ ആലപ്പുഴ സൈഡിലേക്ക് പോകുമ്പോൾ പുഴയില്ല. കുട്ടനാട് കായലേ ഉള്ളൂ. പുഴയുണ്ട്. പുഴ, അതായത് നമ്മൾ പെരുന്നയിൽ നിന്നാണ് ഈ AC റോഡ് ആരംഭിക്കുന്നത്. പെരുന്ന NSS കഴിഞ്ഞാൽ പെരുന്ന NSS ആസ്ഥാനം കഴിഞ്ഞാൽ ഉടനെ റൈറ്റ് സൈഡിലാണ് AC റോഡ് ആരംഭിക്കുന്നത്. അത് കുറേ പോകുമ്പോഴത്തേക്ക് അതിന് പാരലായിട്ട് പമ്പയും പമ്പയുടെ ഒരു ബ്രാഞ്ച് ഒഴുകുന്നുണ്ട്. പമ്പ നദിയുടെ ഒരു ബ്രാഞ്ച് ഒഴുകുന്നുണ്ട്. പുഴയിലേക്ക് കണക്ട് ചെയ്ത ശേഷം എക്സസ് വാട്ടർ കടലിലേക്ക് ഒഴുക്കും. അതാണ് പദ്ധതി പറയുന്നത്. അപ്പോൾ കടലെവിടെ? കടലുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈവേ മുറിച്ച് ഈ കനാൽ നീണ്ടുപോകണം. ഹൈവേ മുറിച്ചിട്ട് കനാൽ നീട്ടിക്കൊണ്ട് പോകണം. അതായിരിക്കും പ്രൊജക്റ്റ്. ഇതൊക്കെ വയബിളാണോ? അല്ല, വയബിൾ ആണോ എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ വില്ലും രാഷ്ട്രീയ ഇച്ഛാശക്തി ഒന്നും നടക്കും. കാരണം നോക്കൂ സാർ, ഈ ആലപ്പുഴ ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ വരുന്നുണ്ടല്ലോ. ആ കുട്ടനാട്ടിൽ മേഖലയിൽ എത്തുമ്പോൾ AC റോഡ് നിരന്തരം വെള്ളമായിരുന്നു. വർഷത്തിൽ 2-3 മാസം ആ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ആവശ്യം ഉണ്ടായിരുന്നു. എന്താണ് അതിലെ എലിവേറ്റഡ് ഹൈവേ, വെള്ളപ്പൊക്കം ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ഉയർത്തി തൂണുകളിലൂടെ ഹൈവേ വരണമെന്നുണ്ട്. അതിപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ AC കനാലിലെ ഹൈവേ മുറിച്ച് കായലിലേക്ക് ചെന്ന് തരുന്ന തരത്തിലേക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വെള്ളപ്പൊക്കം എങ്ങനെ ഒഴിവാകും? അതാ ഞാൻ പറയുന്നത്. ഇത് കുട്ടനാട് പദ്ധതി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, മര്യാദയ്ക്ക് നടപ്പാക്കാത്തത്. MS സ്വാമിനാഥനൊക്കെ BSന്റെ കാലത്തൊക്കെ ഇത് ഉടനെ നടപ്പാക്കി കളയുന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഇത് മദ്രാസ് IIT പഠിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അവസാനം ഈ ശ്യാം ഗോപാൽ പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ റൂം ഫോർ റിവർ പ്രോജക്റ്റ് ആ ഭാഗത്ത് നടപ്പാക്കാത്തതിൻ്റെ കാരണം IIT ഇത് സമയത്തിന് കൊടുത്തില്ല, ഇതിൽ ഡിലേ വരുത്തി എന്നാണ് കാരണം പറയുന്നത്. അത് ശരിയായ കാരണമാണെന്ന് തോന്നുന്നില്ല മൊത്തത്തിൽ നോക്കിയിട്ട്. കാരണം IIT ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. റിവൈസ്ഡ് റിപ്പോർട്ട്, ഞങ്ങൾ ചില തെറ്റുകൾ പറഞ്ഞിട്ട് റിവൈസ്ഡ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ ചോദിക്കാം. പക്ഷേ ഇത് നെതർലൻഡ്സിലെ
ഒരു ചെറിയ സ്ഥലമാണത്. കേരളത്തിൻ്റെ അത്രയും തന്നെയൊക്കെ വരാൻ സാധ്യത കേരളത്തിന് അത്രയും തന്നെ ഉണ്ടോ എന്നും സംശയമാണ്. ആ നെതർലാൻഡ്സിൽ ഈ 4 പുഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൈഡനിങ് പ്രോജക്റ്റ് മൊത്തം എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അത് വൈഡൻ ചെയ്യുക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം അതിലേക്ക് നീരൊഴുക്ക് ഉണ്ടാവുക. ഇതാണ് ആ പുഴകളുമായി ബന്ധിപ്പിച്ച് ചെയ്തിരുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ സുനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പുഴകളുമായി ബന്ധിപ്പിച്ചിട്ടല്ലല്ലോ ഈ പറഞ്ഞ പ്രോജക്റ്റ്. അത് AC കനാലിൽ നിലവിൽ പുഴകളുമായി കണക്ട് ചെയ്തിട്ടില്ല. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമീപത്തോട് ഒഴുകുന്ന പമ്പയുടെ ബ്രാഞ്ചുകൾ ഒഴുകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. റൂം ഫോർ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയ്ക്ക് ഒഴുക്കാനായിട്ട് കൂടുതൽ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് റൂം അതാണ് ഫോർ റിവർ ഒഴുകാനുള്ള സ്ഥലം ഉണ്ടാക്കുക. ഇത് പുഴകളുമായി ബന്ധപ്പെടുന്ന സംഭവമേ അല്ല ഈ കേരളത്തിലെ കാര്യം. അതെ, ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ വീട്ടിലേക്കും ഒരു പുഴയെ കൊണ്ടു തന്നു. അത് ലീലാവതി ടീച്ചറുടെ വീട്ടിലും പുഴ. അവർക്ക് വലിയ ദേഷ്യം വന്നിട്ടുണ്ട് ഈ പുസ്തകങ്ങൾ മുഴുവൻ. അല്ലേ സാർ, ഇപ്പോൾ ഈ എറണാകുളം സിറ്റിയിൽ നോക്കൂ, എത്രയോ കാലമായി പ്രളയക്കെടുതിയാണ്. എറണാകുളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ജനസാന്ദ്രത കൂടിയ, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു കേന്ദ്രമാണ് KSRTC ബസ് സ്റ്റാൻഡ്. അവിടേക്ക് അടുക്കാൻ വയ്യ. വെള്ളം അരയ്ക്കൊപ്പം വെള്ളമാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. പിണറായിയുടെ കാലത്തും ഇങ്ങനെയാണ്, പിണറായിക്ക് മുമ്പും അങ്ങനെയാണ്. പിണറായി കേരളത്തിൽ ശരിയല്ലാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കും എന്ന് പറഞ്ഞു വന്ന ആളാണ്. ഇപ്പോഴും കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന കൊച്ചിയിൽ ബസ് സ്റ്റാൻഡ് പോലും ഇല്ല. എന്ത് ശരിയാക്കിയെന്ന് അവർ പറയുന്നത്? എവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്? മന്ത്രിക്ക് ഇപ്പോൾ 1200 പുതിയ ബസ്സുകൾ മേടിക്കാൻ പോവാ. ഗണേഷ്, എറണാകുളത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കഴിയാത്ത മന്ത്രി, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതായത് ഇതിനേക്കാൾ എറണാകുളം പോലൊരു നഗരത്ത് സുനിൽ പറയുമ്പോഴാണ് പാലായിലൊക്കെ എത്ര വലിയ ബസ് സ്റ്റാൻഡ്. അതാണ് ആ തെറ്റയിൽ അങ്കമാലിയിൽ ഒരു വലിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ബസ് സ്റ്റാൻഡ് ഇല്ലെന്ന് മാത്രമല്ല, അവിടെ ഇപ്പം കപ്പലിറക്കാം. ഇപ്പോൾ ആ വൈറ്റിലെ ഹബ്ബ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അതുപോലെ ഒന്നും നടപ്പായില്ല. ഇപ്പം നമ്മൾ കോയമ്പത്തൂർ നോക്കുകയാണെങ്കിൽ ആ ഉക്കടം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബസ് സ്റ്റാൻഡ് അവർ 6 കിലോമീറ്റർ അപ്പുറം ഉണ്ടാക്കി. ഏത് നഗരത്തിൽ നിന്ന്. നഗരത്തിൽ 2 ഉണ്ട്. കുറേ ദൂരെ മാറി ഊട്ടി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താ കേരളത്തിൽ ഇങ്ങനെ ഇല്ലാത്തതെന്ന് നോക്കും. കാരണം ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന വണ്ടികൾ ഈ നഗരം എറണാകുളം വരെ വരേണ്ട കാര്യമില്ല. കുറച്ച് അപ്പുറം മാറി വന്നിട്ട് അവിടുന്ന് വേറെ സാധാരണ ബസ്സുകളിൽ വന്നാൽ മതിയല്ലോ ഇങ്ങോട്ട്. അങ്ങനെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ കൺസെപ്റ്റ്. എറണാകുളത്തെ ഈ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൽ തന്നെ എല്ലാ വണ്ടികളും വരണമെന്നില്ല. ലോങ് ഡിസ്റ്റൻസിന് വേറെ ബസ് സ്റ്റാൻഡ്, പല ബസ് സ്റ്റാൻഡുകളാകാം. നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ പറഞ്ഞത് അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ട വേറെ വിഷയമാണ്. നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം, എറണാകുളം നഗരത്തിൽ വെള്ളക്കെട്ടില്ലാത്ത ഒരു വഴിയില്ല. എല്ലാ വഴികളും വെള്ളത്തിൽ മുങ്ങുകയാണ്. ഇത് എന്തൊരു കഷ്ടമാണ്. തിരുവനന്തപുരത്ത്, കേരളത്തിൻ്റെ തലസ്ഥാനത്ത്. അപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാരിന് എറണാകുളത്ത് നമ്മൾ ഈ വഞ്ചിയിൽ ഇരിങ്ങാലക്കുടക്കൊക്കെ പോയിരുന്ന കാലം, അതെ, പഴയ രാജഭരണകാലത്ത് പോയിരുന്നെന്ന് പറഞ്ഞ പോലെ പിണറായി രാജാവിൻ്റെ കാലത്ത് അതേ സ്ഥിതി തിരിച്ചു വരികയാണ്. അപ്പോഴാണ് കോടികൾ മുടക്കി നമ്മുടെ ആളുകൾ അവിടെ പോയി, നെതർലൻഡ്സിൽ പോയി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ട് പ്രളയത്തിന് ശേഷമാണ്. ഇപ്പം ഈ ആലപ്പുഴയിൽ പറഞ്ഞ കാര്യം, ഒരുപക്ഷെ ആലപ്പുഴ ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ വലിയ പ്രളയമുണ്ടായി. 2 നില കെട്ടിടങ്ങൾ വരെ മുങ്ങിപ്പോയി. എനിക്കറിയാം, ചെങ്ങന്നൂർ ബുധന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു. അവിടെ ഒരു 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടിയാണ് പുഴ ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിരിക്കും പദ്ധതി പറഞ്ഞത്. പക്ഷേ എവിടെ സാർ? പ്രളയം വന്നു കഴിഞ്ഞ് ഒരു ദുരന്തം, ഇപ്പോൾ കുറേ കഴിയുമ്പോൾ കാലവർഷം തുടങ്ങുകയാണ്. നിർഭാഗ്യകരമായ സംഭവമാണ്, സംഭവിക്കാതിരിക്കട്ടെ. എന്നാൽ പോലും എല്ലാ കാലവർഷത്തിലും ഉരുൾ പൊട്ടിക്കഴിഞ്ഞ് കുറേ പാവപ്പെട്ട മനുഷ്യർ മരിക്കും. ഇത് കുറേ വർഷങ്ങളായി ആവർത്തിക്കുകയാണ്. എന്നാൽ കാലവർഷം വരുന്നതിന് മുമ്പ് ഇത്തരം പരിസ്ഥിതി ദുർബല മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ അങ്ങനെയുള്ള ഒരു നടപടിയില്ല. കാലവർഷം വരുന്നതിന് മുമ്പ് ഇത്തവണ പൈസ ഇല്ലാത്തതുകൊണ്ട് റോഡുകളുടെ അറ്റകുറ്റപ്പണി ചെയ്തിട്ടില്ല. കാലവർഷത്തിൽ ഒലിച്ചു പോകില്ല. അതുകൊണ്ട് കാലവർഷം കഴിഞ്ഞ് കുറേ മനുഷ്യർ ചത്തു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്നായിരിക്കും. മിനിമം നമുക്ക് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖല ഏതൊക്കെയാണെന്ന് ഒരു 2 മാസം മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. കാലവർഷം ജൂണിൽ വരുമെന്നറിയാം. എന്നിട്ട് അവിടെ നിന്നുള്ള ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു സർക്കാരിന് കഴിയട്ടെ. എല്ലാ വർഷവും പാവപ്പെട്ട മനുഷ്യരെ, കുറേ ആളുകളെ, മലയോര പ്രദേശത്ത് കഴിയുന്ന പാവപ്പെട്ട മനുഷ്യരെ പ്രകൃതിക്ക് കൊല്ലാൻ വേണ്ടി കൊടുക്കണം. ആ പ്രളയം 2018 ഉണ്ടായപ്പോൾ തന്നെ അത് മാൻമെയ്ഡ് ആണോ എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്തോ ഗംഭീരമാക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര
തൊള്ള തുറക്കുന്നുണ്ടായിരുന്നു. ആകെ ഇവിടെ നടക്കുന്നത് അതൊന്നും ചെയ്തിട്ടില്ല. ഉരുള് പൊട്ടി പാവപ്പെട്ട മനുഷ്യർ മണ്ണിനടിയിലായി പോയാൽ, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയാൽ, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയാൽ ബോഡി തപ്പിയെടുക്കാനുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്. ഉരുള് പൊട്ടി വീണ JCB കൊണ്ടുവന്നിട്ട് മാന്തി എടുത്ത് ശവം തപ്പിയെടുക്കും. ഇതാണ് കേരളത്തിൽ നടത്തുന്ന ദുരന്ത നിവാരണ പ്രവർത്തനം. എന്നിട്ട് ഇത്തരം പദ്ധതികൾ പഠിക്കാനെന്നും പറഞ്ഞ് സകുടുംബം വിദേശത്ത് പോയി നമ്മുടെ യജമാനന്മാർ നമ്മുടെ തട്ടിപ്പ് തരികിട ഏർപ്പാടാണ്. ഈ നെതർലാൻഡ്സിലേക്ക് പോയത് വിനോദയാത്രയാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നിട്ട് അവിടെ ആകെ ഈ ചെറിയ സ്ഥലമല്ലേ, അവിടെ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈ R ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞ പോലെയാ, നെതർലാൻഡ്സിന്റെ പരാമർശം അത് മാത്രമേ ചരിത്രത്തിലുള്ളൂ. പിന്നെ ഈ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞത് 4 പുഴകൾക്ക് നടപ്പാക്കിയതാണ്. ഇവിടെ പുഴകൾക്കല്ലല്ലോ ഇത് നടപ്പാക്കുന്നത്, പിന്നെ റൂം ഫോർ റിവറിന് എങ്ങനെ ഇതിന് പേരിടും? സാർ, ഇതൊന്നും വേണ്ട. കാലവർഷം വരുന്നതിന് മുമ്പ് കൃത്യമായി നമ്മുടെ നഗര ഗ്രാമപ്രദേശങ്ങളിലെ പഞ്ചായത്തിൻ്റെ ആവട്ടെ ഓടകൾ വൃത്തിയാക്കുക, അത് ഓടയില്ലാത്തടത്ത് ഓട ഉണ്ടാക്കുക, വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള പരിപാടി ചെയ്യുക. അത് ചെയ്യില്ല. കാരണം തോടുകൾ മുഴുവൻ മൂടി അതുപോട്ടെ ഉള്ളത് നിലനിർത്താവുന്നവ സംരക്ഷിക്കുക. എറണാകുളത്ത് പോലും ഈ കാലവർഷത്തിന് മുമ്പ് വ്യാപകമായി കാന വൃത്തിയാക്കലും മാലിന്യം നീക്കലും നടന്നില്ല. പേരിന് മഴ തുടങ്ങിയപ്പോൾ പേരിന്, ഞാനൊക്കെ താമസിക്കുന്ന പേരണ്ടൂർ കനാലിനടുത്താണ്, അവിടെ വന്ന് 2 മാന്ത് മാറ്റിട്ട് പോയി. ഇത് കാലവർഷം വരുമെന്ന് അറിയില്ലേ? ഈ സർക്കാരിനറിയാം. ഇപ്പോൾ ശബരിമലയുടെ കാര്യം പറയുന്ന പോലെ ശബരിമലയിലെ തീർത്ഥാടന മണ്ഡലകാലം എപ്പോൾ ആരംഭിക്കുമെന്നറിയാം. മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞാലും അവിടെ ടോയ്ലറ്റ് പോലും ഉണ്ടാകത്തില്ല. 2019 2018 പ്രളയത്തിൽ പോയ, എന്നിട്ട് അടിയന്തര ഘട്ടത്തിൽ ഈ മറ്റേ ടോക്കൺ കൊടുക്കാതെ. അല്ല സാർ, പ്രളയത്തിൽ നശിച്ച പമ്പയിലെ നടപ്പന്തൽ 6 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സീസൺ വരുമ്പോൾ, കാലവർഷം വരുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ 4-5 ഫയർഫോഴ്സുകാരെ NDRFകാരെ വിളിച്ചിട്ട് കുറേ പ്രഹസനം നടത്തും. കാലവർഷം വരുന്നതിന് മുമ്പേ ഒരു മുന്നൊരുക്കമില്ല. ശബരിമലയുടെ കാര്യത്തിൽ മണ്ഡലകാലം വരുന്നതിന് മുമ്പേ അവിടെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ പുഴുക്കളെപ്പോലെ കരുതി പരമപുച്ഛത്തോടെ ഭരിക്കുന്ന ആളുകളാണ് പഞ്ചായത്ത് മുതൽ മുനിസിപ്പാലിറ്റി മുതൽ കോർപ്പറേഷൻ മുതൽ സംസ്ഥാന സർക്കാരിൽ വരെയുള്ളത്, അല്ലേ? മനുഷ്യത്വ വിരുദ്ധ രാഷ്ട്രീയമാണ്, ഈ മനുഷ്യവിരുദ്ധ രാഷ്ട്രീയമാണ് ഇവർ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ മാനുഷികമായി ചെയ്യുന്നത് പോലും രാഷ്ട്രീയമായിട്ട് കാണുകയുള്ളൂ, രാഷ്ട്രീയം കലർത്തിയേ എന്തും ചെയ്യുകയുള്ളൂ. ഒരു വിഷനറി ആയിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെയും കാണുന്നില്ല. ഉൾക്കാഴ്ചയില്ല, ദൂരക്കാഴ്ചയില്ല. ഭാവിയിലേക്ക് ഈ സംസ്ഥാനത്തിന് വേണ്ടി എങ്ങനെ എന്തൊക്കെ കരുതി വെക്കണം എന്ന് സ്വന്തം കുടുംബത്തില്ല. അടുത്ത ലോക കേരള സഭ എന്നുള്ള പ്രഹസനം വീണ്ടും നടത്തുന്നുണ്ട്, കോടികൾ മുടക്കി. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴ തകർത്തു പെയ്യുകയാണ്. ഒരു സർക്കാരും നിങ്ങളെ രക്ഷിക്കാനുണ്ടാവില്ല. നിങ്ങളുടെ സ്വത്തും അടുത്ത ബന്ധുക്കളെയും ജീവനുമൊക്കെ സംരക്ഷിക്കാനുള്ള പണി നിങ്ങൾ നോക്കുക. നിങ്ങൾ മാത്രമേ ഉള്ളൂ. കാറും സ്കൂട്ടറും മാത്രമല്ല, ഒരു വള്ളവും കൂടി മേടിച്ചു. അതെ. പിന്നെ ഇത് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തവരോട് എനിക്ക് മരിച്ചുപോയ MC ജോസഫിൻ്റെ വാക്കുകളെ പറയാനുള്ളൂ. അനുഭവിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.